ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് പ്രോസിലെ നൊബേൽ അക്സെപ്റ്റൻസ് സ്പീച്ച് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രഞ്ച് റൈറ്ററായിട്ടുള്ള ആൽബർട്ട് ക്യാമു 1957 അദ്ദേഹത്തിൻ്റെ 44-ാമത്തെ വയസ്സിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. നമ്മളിവിടെ ആ സ്പീച്ചിൻ്റെ പാരഗ്രാഫ് വൈസ് ആയിട്ടുള്ള ഒരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിൻ്റെ സമ്മറി നോക്കാം. പാരഗ്രാഫ് 1, ഹംബിൾ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റിഫ്ലക്ഷൻ. ഒരു അവാർഡ് ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ നടത്തുന്ന പ്രസംഗത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്നത് പോലെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചിട്ടുള്ളത്. കാമ്യു എക്സ്പ്രസസ് പ്രൊഫൗണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ നൊബേൽ പ്രൈസ്, അക്നോളജിങ് ദ അവാർഡ്സ് ജനറോസിറ്റി. അദ്ദേഹത്തിന് അവാർഡ് നൽകിയതിൽ വിനയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രസംഗം ആരംഭിക്കുന്നത്. He says that everyone, especially artists, want to be recognized. അദ്ദേഹം പറയുന്നു, എല്ലാവർക്കും ഇതുപോലെ അംഗീകാരങ്ങൾ ആഗ്രഹം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും കലാകാരന്മാരും അതുപോലെ തന്നെ കലാകാരികളുമായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും അങ്ങനെ ഈ ബഹുമതികൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് കൺസിഡേഴ്സ് ഹിംസെൽഫ് യങ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്. പക്ഷേ ഇതുപോലെ നൊബേൽ പ്രൈസ് പോലെയുള്ള വലിയൊരു പുരസ്കാരം വാങ്ങുന്നതിന് അദ്ദേഹം വളരെ ചെറുപ്പവും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോഴും ഒരു വർക്ക് ഇൻ പ്രോഗ്രസ്, അദ്ദേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. He reflects on the contrast between the honor bestowed upon him and the hardship faced by writers in Europe, some silenced by political oppression. അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടുന്ന വേളയിലും അദ്ദേഹം മറ്റ് എഴുത്തുകാരെ കുറിച്ചും അവരുടെ അവസ്ഥയെക്കുറിച്ചിട്ടും പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 1957 ഇദ്ദേഹത്തിന് അവാർഡ് ലഭിക്കുന്നത് എന്നുള്ളത്. അന്നത്തെ കാലഘട്ടം രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ലോകത്ത് ശീതയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ. ആ രീതിയിൽ പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല എഴുത്തുകാരും ഇതുപോലെ ഭരണകൂടങ്ങളാൽ നിശബ്ദരാക്കപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മറ്റ് എഴുത്തുകാരെ കൂടി സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. പാരഗ്രാഫ് 2, ദി ആർട്ടിസ്റ്റ് ഡിലെമ ആൻഡ് ഇന്നർ ടെർമോയിൽ. അടുത്തതായിട്ട് അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. കാമ്യു ഷെയർസ് ഹിസ് പേഴ്സണൽ സ്ട്രഗിൾ ആസ് എ യങ് ആർട്ടിസ്റ്റ് സഡൻലി തേഴ്സ്റ്റ് ഇൻ ടു ദ ലൈം ലൈറ്റ്. ഇതുപോലെ പെട്ടെന്ന് വലിയൊരു പുരസ്കാരമൊക്കെ ലഭിച്ച ഒരു ചെറിയ എഴുത്തുകാരൻ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. ഗ്രാപ്ലിംഗ് വിത്ത് എ സെൻസ് ഓഫ് പാനിക് ആൻഡ് ക്വസ്റ്റ്യനിങ് ഹിസ് വർത്തിനെസ്. അദ്ദേഹത്തിന് ഒരു വെപ്രാളം പോലെ പാനിക്കായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. കാരണം ഇത്ര വലിയ പുരസ്കാരമൊക്കെ ലഭിക്കാനുള്ള അർഹത അദ്ദേഹത്തിനുണ്ടോ, അദ്ദേഹം അത്ര നല്ല എഴുത്തുകാരനാണോ എന്നൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ഹി ടച്ചസ് ഓൺ ദ ചലഞ്ചസ് ഓഫ് റിക്കൺസിലിംഗ് പേഴ്സണൽ ഡൗട്ട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നതെന്ന് പറയുന്നുണ്ട്. സോളിറ്റ്യൂഡ് ആൻഡ് ദ സഡൻ സ്പോട്ട്ലൈറ്റ് ഓഫ് റെക്കഗ്നീഷൻ. ഇനി അദ്ദേഹം എഴുതുന്ന സമയത്ത് കൂടുതലും സോളിറ്റ്യൂഡിലാണ്, ഏകാന്തതയിലാണ്, ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് എഴുതുന്ന ആളതുപോലെ വലിയൊരു വേദിയുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. പാരഗ്രാഫ് 3, ദി ആർട്ടിസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ടു ഹ്യൂമാനിറ്റി. കാമ്യു emphasizes the inseparability of his art from the collective human experience. അദ്ദേഹം ഇതുപോലെ ഏകാന്തതയിലേക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആർട്ട്, ഈ എഴുത്ത് മറ്റുള്ള മനുഷ്യരുമായിട്ട് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു എന്നാണ്. ഹി വ്യൂസ് ഹിസ് റോൾ ആസ് എൻ ആർട്ടിസ്റ്റ് ആസ് എ മീൻസ് ടു കണക്ട് വിത്ത് അതേഴ്സ്. ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എഴുതുന്നത് മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓഫറിങ് എ ഷെയർഡ് പെർസ്പെക്റ്റീവ് ഓൺ യൂണിവേഴ്സൽ ജോയ്സ് ആൻഡ് സഫറിങ്സ്. മനുഷ്യരുടെ സന്തോഷങ്ങളും അവരുടെ ദുരിതങ്ങളെയും കുറിച്ചൊക്കെ എഴുതിക്കൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യാന്ന് അദ്ദേഹം പറയുന്നു. ദി ആർട്ടിസ്റ്റ്, ഹി ആർഗ്യൂസ്, മസ്റ്റ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി ആൻഡ് ദ ബ്രോഡർ ട്രൂത്ത് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അദ്ദേഹം പറയുന്നത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു കലാകാരി അവരുടെ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ആയിട്ടുള്ള അവരുടെ മാത്രമായിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുകയല്ല വേണ്ടത്, മറിച്ച് മനുഷ്യരുടെ അസ്തിത്വം, മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിലൂടെ എഴുത്തിലൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാരഗ്രാഫ് 4, റൈറ്റേഴ്സ് ഡ്യൂട്ടി ഇൻ ട്രബിൾഡ് ടൈംസ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ഈ പ്രസംഗം നടത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത്തരം ഒരു കാലഘട്ടത്തിൽ എഴുത്തുകാരുടെ കടമകൾ എന്താണെന്നാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്. കാമ്യു ഡെൽസ് ഇൻ ടു ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ റൈറ്റർ. ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്.
asserting that the writer's role is to serve truth and liberty. ഒരു റൈറ്ററുടെ റോൾ എന്ന് പറയുന്നത് സത്യവും സ്വാതന്ത്ര്യവും നൽകലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. He contends that the artist should resist compromising with lies and oppression. ഇപ്പോൾ ഭരണകൂടങ്ങളുടെ നുണ, അതുപോലെ തന്നെ ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്വാതന്ത്ര്യ സമരങ്ങളും അതുപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ അടിച്ചമർത്തുന്നവരുടെ കൂടെ നിൽക്കരുതെന്നാണ് അദ്ദേഹം എഴുത്തുകാരോട് പറയുന്നത്. സ്ട്രൈവിങ് ടു യുണൈറ്റ് പീപ്പിൾ ത്രൂ ദെയർ ആർട്ട്, അവരുടെ കലയിലൂടെ, ഇവിടെ എഴുത്തിലൂടെ ആളുകളെ ഒരുമിക്കാനാണ് അദ്ദേഹം എഴുത്തുകാരോട് ആഹ്വാനം ചെയ്യുന്നത്. He acknowledges the difficulty of these commitments, but sees them as essential to the nobility of the craft. ഇതെല്ലാം വളരെ പ്രയാസമുള്ള കാര്യങ്ങളാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ റൈറ്റർ എന്നുള്ള രീതിയിൽ ഇത് ചെയ്യേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. He says that the justification of community is more important than momentary fame. ഇതുപോലുള്ള ഈ പ്രശസ്തി, അവാർഡുകൾ, അതിനേക്കാളൊക്കെ ഈ ജനങ്ങളുടെ ഒരു ജസ്റ്റിഫിക്കേഷൻ, അദ്ദേഹം അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് എഴുതി നമ്മൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള ജനങ്ങളുടെ ഒരു ജഡ്ജ്മെൻ്റാണ് കൂടുതൽ പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു. പാരഗ്രാഫ് 5, എ കമ്മിറ്റ്മെൻറ്റ് ടു ബെയർ വിറ്റ്നസ്. ഇനി ഈ കാലഘട്ടത്തിന് സാക്ഷിയാകേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. Camus reflects on his own commitment over 2 decades to bear witness to the shared misery and hope of his generation. ഈ കഴിഞ്ഞ 2 ദശകങ്ങളിലായിട്ട്, അതായത് 20 വർഷങ്ങളിലായിട്ട്, 1937 മുതൽ 57 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും സ്വാതന്ത്ര്യ സമരം നടക്കുകയാണ്. ആഭ്യന്തര കലാപങ്ങൾ നടക്കുകയാണ്. 2ാം ലോക മഹായുദ്ധം നടക്കുകയാണ്. അങ്ങനെ ദുരിതപൂർണമായിട്ടുള്ളൊരു കാലഘട്ടത്തിന് സാക്ഷിയാകേണ്ടി വന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. He discusses the challenges faced by those born amid global upheaval such as world wars and civil wars. ഇതുപോലുള്ള ഈ 2ാം ലോക മഹായുദ്ധം, അതുപോലെ തന്നെ ആഭ്യന്തര യുദ്ധങ്ങൾ, ഇതിനിടയിലേക്ക് ജനിച്ച തലമുറയുടെ വെല്ലുവിളികളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. Emphasizing the duty to resist nihilism and to seek legitimacy in the face of a world threatened by destruction. അദ്ദേഹം പറയുന്നത് നിഹിലിസം, അതായത് ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിലൊക്കെ ജനിക്കുകയും ഇതൊക്കെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് മറികടന്നുകൊണ്ട് നല്ലൊരു നാളെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം ഉണ്ടാവേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും, ഇതുപോലെ പരസ്പരം കലഹിക്കുന്ന രാജ്യങ്ങൾ സൗഹൃദത്തിലാവുകയും ആളുകൾ ഒന്നാവുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുമാണ് അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത്. പാരഗ്രാഫ് 6, ജനറേഷൻ സ്റ്റാർസ് ഇൻ എ ത്രെറ്റൻഡ് വേൾഡ്. അതിന് തുടർച്ച തന്നെയാണ് അദ്ദേഹം പറയുന്നത്. Camus articulates the profound task of his generation, not to reform the world, but to prevent its self-destruction. അദ്ദേഹം പറയുന്നത് ആ തലമുറയിലെ ആളുകളുടെ കടമ എന്ന് പറയുന്നത് ലോകത്തെ റിഫോം ചെയ്യുക അല്ലെങ്കിൽ മാറ്റിമറിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ആ നാശത്തിൽ നിന്ന് തടയുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശീതയുദ്ധവും അതുപോലെ തന്നെ ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളും ഒരു ആണവ യുദ്ധം ഉണ്ടായേക്കാം എന്നുള്ള സാഹചര്യമൊക്കെയാണ് അന്നത്തെ കാലത്തുള്ളത്. അപ്പോൾ ഈ ലോകം സ്വയം നശിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളതാണ് ആ ഒരു തലമുറയുടെ കർത്തവ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. He sees their duty as restoring peace, reconciling labor and culture, and building connections among nations. അദ്ദേഹം പറയുന്നത് സമാധാനവും അതുപോലെ തന്നെ തൊഴിൽ, സംസ്കാരം എന്നിവയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ആ ഒരു തലമുറയുടെ കടമ എന്നാണ്. Despite acknowledging the immense challenge, he praises the rising generation globally that confronts the twin challenges of truth and liberty. ഇത്രയും പ്രയാസമുള്ള കാര്യങ്ങളാണ് മുന്നിലെങ്കിലും ആ ഒരു തലമുറയിലെ ആളുകൾ ഈ സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിൽ അദ്ദേഹം അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. പാരഗ്രാഫ് 7, The writer's place and limits. Camus humbly places the writer alongside comrades in arms. ഇനി അദ്ദേഹം അടുത്തതായിട്ട് പറയുന്നത് ഈ എഴുത്തുകാരുടെ കടമയാണ് ഇതുപോലെ ലോകത്ത് സമാധാനം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആളുകൾ ഒന്നിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴും എഴുത്തുകാർ മറ്റുള്ളവരെക്കാളും മുകളിലുള്ള ആളുകളൊന്നുമല്ല. ഇതുപോലെ സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുന്ന മറ്റുള്ള ആളുകളുടെ കൂടെ തന്നെയാണ് എഴുത്തുകാരുടെ സ്ഥാനം എന്നാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്.
അക്നോളജിങ് ദെയർ വൾണറബിലിറ്റി, പാഷൻ ഫോർ ജസ്റ്റിസ്. അവർക്കും ദൗർബല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാഷനാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അൺഡിവൈഡഡ് എക്സിസ്റ്റൻസ്, അതുപോലെ തന്നെ ഈ അവരുടെ ഈ എക്സിസ്റ്റൻസ് നിലനിൽപ്പിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരും മനുഷ്യരാണ് എന്നുള്ളതിൻ്റെ ദൗർബല്യങ്ങൾ അവർക്കുണ്ടായിരിക്കാം. പക്ഷേ ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ പാഷനാണ് മറ്റുള്ള ആളുകളെ പോലെ അവരെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. He rejects the idea of writers offering complete solutions or high morals. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ എഴുത്തുകാർക്ക് പറ്റും എന്ന് അദ്ദേഹം കരുതുന്നില്ല. അങ്ങനെ എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ കാണുകയല്ല അവരുടെ ഉദ്ദേശമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രയത്നിക്കുന്ന, പോരാടുന്ന മറ്റുള്ള ആളുകളുണ്ട്. അവരുടെ കൂടെ തന്നെയാണ് എഴുത്തുകാരുടെയും സ്ഥാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. പാരഗ്രാഫ് 8, നൊസ്റ്റാൾജിയ, എറേഴ്സ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഇനി അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കാമ്യൂ അഡ്മിറ്റ്സ് ടു ഹിസ് നൊസ്റ്റാൾജിയ ഫോർ ലൈറ്റ്, പ്ലഷർ ആൻഡ് ഫ്രീഡം. അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാൾജിയ, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ കാലത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സന്തോഷങ്ങൾ, അതുപോലെ തന്നെ വെളിച്ചം, സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. വിച്ച് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് എറേഴ്സ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രിവിലേജാണ്. നമ്മൾ ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ആളുകൾ, ലോക ജനസംഖ്യയിൽ തന്നെ ബഹുഭൂരിഭാഗം ആളുകളും വളരെ ദുരിതത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രിവിലേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ എഴുത്തുകാരനായി എന്നുള്ളതിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെറ്റിലേക്കൊക്കെ നയിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ഡിസ്പൈറ്റ് ഹിസ് ഫ്ലോസ്, ഹി എക്സ്പ്രസ്സസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദി ഓണർ ബിസ്റ്റോഡ് അപ്പോൺ ഹിം ആൻഡ് പ്ലെഡ്ജസ് ഫെയ്ത്ത്ഫുൾനെസ് നോട്ട് ജസ്റ്റ് ടു ഹിസ് ക്രാഫ്റ്റ് ബട്ട് ടു ഓൾ ദോസ് ഹൂ ഷെയർ ഇൻ ദ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ് ആൻഡ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഹാർഡ്ഷിപ്പ് ആൻഡ് പെർസിക്യൂഷൻ. അപ്പോൾ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത് ഈ തെറ്റുകൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരിച്ചറിയാൻ തയ്യാറാണ്. കൂടാതെ ഈ അവാർഡിന് അദ്ദേഹം നന്ദി പറയുന്നു. തുടർന്നും അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞതുപോലെ സത്യത്തിനും അതുപോലെ സ്വാതന്ത്ര്യത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും മറ്റുള്ള എഴുത്തുകാർ ദുരിതം അനുഭവിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം, അതുപോലെ തന്നെ ലോകത്ത് ആളുകളുടെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് അറിയാം, അവരുടെയൊക്കെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സാണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡസ് കാമ്യൂ സേ ദാറ്റ് ഹി ഫെൽറ്റ് എ കൈൻഡ് ഓഫ് പാനിക് ആൻഡ് ഷോക്ക് ഓൺ ഹിയറിംഗ് ദ ഡിക്ലറേഷൻ ഓഫ് നോബൽ പ്രൈസ്? അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷോക്കായി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? Camus felt a kind of panic and shock because, as a young artist, he suddenly found himself alone and exposed in the glaring light of recognition. ഒരു യങ് ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് 44 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 44 വയസ്സെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ വലിയ പ്രായമാണെന്ന് പറയുമെങ്കിലും നോബൽ സമ്മാനമൊക്കെ ലഭിക്കുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അത് വളരെ ചെറുപ്പമാണ്. അപ്പോൾ അത്ര പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിയ പുരസ്കാരം നേടിയതിൻ്റെ ഒരു ഞെട്ടലാണ് അദ്ദേഹത്തിനുള്ളത്. കോൺട്രാസ്റ്റിംഗ് വിത്ത് ഹിസ് അക്കസ്റ്റംഡ് സോളിറ്റ്യൂഡ്. കൂടാതെ അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൂടുതലും ഏകാന്തതയിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ വലിയ ഒരു വേദിയിലേക്ക് വരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഞെട്ടലുള്ളത്. ആൻഡ് കറൻറ്റ് ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ റൈറ്റേഴ്സ് ഇൻ യൂറോപ്പ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യൂറോപ്പിലെ മറ്റ് പല എഴുത്തുകാർക്കും ഇതുപോലെ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അന്നത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഫലമായിട്ട്. അതൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ഒരു പാനിക്കും അതുപോലെ തന്നെ ഷോക്കും ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ളത്. വൈ ഡസ് ഹി സേ ദാറ്റ് ഹി കനോട്ട് ലിവ് വിത്തൗട്ട് ആർട്ട്? അദ്ദേഹത്തിന് ഈ ആർട്ട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാമ്യൂ സ്റ്റേറ്റ്സ് ദാറ്റ് ഹി കനോട്ട് ലിവ് വിത്തൗട്ട് ആർട്ട് ബിക്കോസ് ഫോർ ഹിം ഇറ്റ് ഈസ് നോട്ട് മിയർലി എ പേഴ്സണൽ പെർസ്യൂട്ട് ബട്ട് മീൻസ് ടു കണക്ട് വിത്ത് അതേഴ്സ്. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു കാര്യം മാത്രമല്ല, അദ്ദേഹം മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതും ആർട്ടിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആർട്ടില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓഫറിംഗ് എ ഷെയർഡ് പെർസ്പെക്റ്റീവ് ഓൺ യൂണിവേഴ്സൽ ജോയ്സ് ആൻഡ് സഫറിങ്സ്, അലോവിങ് ഹിം ടു ലിവ് ഓൺ വൺ ലെവൽ വിത്ത് ഹ്യൂമാനിറ്റി. മറ്റുള്ള മനുഷ്യരുടെ പോലെ തന്നെ ജീവിക്കാൻ അദ്ദേഹത്തിനെ സഹായിക്കുന്നത് മനുഷ്യരുടെ ഈ സന്തോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊക്കെ എഴുതുകയും ചെയ്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആർട്ടില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. Why, according to Camus, cannot an artist remain different and aloof from others in society? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആർട്ടിസ്റ്റുകൾക്ക് സമൂഹത്തിലെ മറ്റ് ആളുകളിൽ നിന്ന് മാറി അവരുടേതായൊരു ലോകത്തിൽ മാത്രം ജീവിക്കാൻ കഴിയാത്തത്? According to Camus,
An artist cannot remain different and aloof from others because the artist's role is to connect with the collective human experience. അദ്ദേഹം പറയുന്നത് എഴുത്തുകാർക്ക് മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് അവരുടെ ലോകത്ത് ജീവിക്കാൻ സാധിക്കില്ല. കാരണം ഈ ആർട്ടിസ്റ്റുകളുടെ റോൾ എന്ന് പറയുന്നത് തന്നെ ഈ മനുഷ്യ അനുഭവങ്ങളെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒബ്ലൈജിങ് ദം ടു അണ്ടർസ്റ്റാൻഡ് rather than ജഡ്ജ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ള മനുഷ്യരെ നിരീക്ഷിക്കേണ്ടി വരും. അവരെ ജഡ്ജ് ചെയ്യുകയല്ല അവർ ചെയ്യുന്നത്, അവരെ മനസ്സിലാക്കുകയാണ്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയെന്നാണ് അദ്ദേഹം പറയുന്നത്. The true artist forge a connection between the beauty they cannot do without and the community they cannot tear themselves away from. അതുകൊണ്ട് ശരിയായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഈ ഒരു സമൂഹത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി അവർക്ക് കഴിയില്ല, സമൂഹത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി അവർക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഈ പോയിന്റ്സ് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ റോൾസ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ റൈറ്റർ അക്കോർഡിംഗ് ടു കാമ്യൂ? ഒരു റൈറ്ററുടെ ഡ്യൂട്ടി എന്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. സെർവ് ട്രൂത്ത് ആൻഡ് ലിബർട്ടി. സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഒരു കാര്യം പറയുന്നത്. റെസിസ്റ്റ് കോംപ്രമൈസിങ് വിത്ത് ലൈസ് ആൻഡ് ഒപ്രഷൻ. അതുപോലെ തന്നെ ഈ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലിലും നുണകൾക്കും കൂടെ നിൽക്കരുത്, അതിനെ പ്രതിരോധിക്കണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സ്ട്രൈവ് ടു യുണൈറ്റ് പീപ്പിൾ ത്രൂ ദെയർ ആർട്ട്. അവരുടെ ആർട്ടിലൂടെ ആളുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ ക്രിയേറ്റിവിറ്റി ആൻഡ് ദ ബ്രോഡർ ട്രൂത്ത് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതുപോലെ അദ്ദേഹം പറയുന്നത് ഒരു സ്വന്തം ലോകത്തിൽ ഒതുങ്ങിക്കൂടാതെ ഈ മറ്റു മനുഷ്യരുടെ അനുഭവങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒബ്ലിഗേഷൻ ടു അണ്ടർസ്റ്റാൻഡ് rather than ജഡ്ജ്. കൂടാതെ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയല്ല വേണ്ടത്, മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് നല്ല റൈറ്റർ ആവാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മെയിൻറ്റെയിൻ എ കമ്മിറ്റ്മെൻറ്റ് ടു ദ നൊബിലിറ്റി ഓഫ് ദ ക്രാഫ്റ്റ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിച്ചേരുന്ന ആ ഒരു ക്രാഫ്റ്റിൻ്റെ, ആ എഴുതുക എന്നുള്ള പ്രവൃത്തിയുടെ ഒരു മഹത്വത്തിന് ചേർന്ന് നിൽക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. Why does Camus say that the task of his generation is to prevent the world from destroying it rather than reform it? എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത് ഈ തലമുറയുടെ കടമ എന്ന് പറയുന്നത് ഈ ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ളതല്ല, മറിച്ച് ലോകം നശിക്കുന്നതിൽ നിന്ന് തടയുക എന്നുള്ളതാണെന്ന് പറയുന്നത്. acknowledges the corrupt history of fallen revolutions, technology, dead gods and worn out ideologies. അദ്ദേഹം ആ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് വിപ്ലവങ്ങൾ, പരാജയപ്പെട്ട വിപ്ലവങ്ങൾ, സമരങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജി ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം, ഡെഡ് ഗോഡ്സ് അതായത് മതവിശ്വാസത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആൻഡ് വോൺ ഔട്ട് ഐഡിയോളജീസ്, അതുപോലെ ഓരോ ആശയങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതിൻ്റെ പോരായ്മകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ലോകം ആകെ തകർന്ന് കിടക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ തകർച്ചയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് മാറ്റുക എന്നതിലുപരിയായിട്ട് ആ തകർച്ച തടയുക എന്നുള്ളതാണ് ഈ ഒരു തലമുറയുടെ കടമ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ്സ് എ മോണുമെൻ്റൽ ടാസ്ക് ഓഫ് പ്രിവെൻറ്റിങ് സെൽഫ് ഡിസ്ട്രക്ഷൻ. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, ശീതയുദ്ധ കാലഘട്ടമാണ്. ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു ചേരിയായിട്ട് നിൽക്കുക, രാജ്യങ്ങൾ അവരുടെ ഇവരുടെയും കൂടെ ആയിട്ട് ചേരുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു ആണവ യുദ്ധം എന്നുള്ളതൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു പോസിബിലിറ്റി ആയിരുന്നു. ഇപ്പോഴും പോസിബിലിറ്റി അല്ല നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംഭവിക്കാതെ നോക്കുക എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്. emphasizes the duty to restore peace, reconcile labor and culture and build connections among nations. നമ്മൾ പറഞ്ഞു, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് വെറും 10 വർഷമേ ആയിട്ടുള്ളൂ. രാജ്യങ്ങൾ രണ്ട് ചേരികളായി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെയാണ്. അതുകൊണ്ട് സമാധാനവും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എല്ലാം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കടമയായിട്ട് അദ്ദേഹം പറയുന്നത്. റെക്കഗ്നൈസസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ എ വേൾഡ് ത്രെറ്റൻഡ് ബൈ ഡിസിൻറ്റഗ്രേഷൻ. ഇതുപോലെ വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു ലോകത്തിൻ്റെ വെല്ലുവിളികളാണ് അവരുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ വേർതിരിവ് മാറ്റിക്കൊണ്ട് ആളുകളെ പരസ്പരം അടുപ്പിക്കുകയും രാജ്യങ്ങളെ പരസ്പരം അടുപ്പിക്കുകയാണ് ഈ ഒരു തലമുറയുടെ പ്രധാന കടമയായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. To what extent does the speech represent Camus as a philosopher rather than solely as an author of fiction? ഇദ്ദേഹം ഫിക്ഷൻ എഴുതുന്ന ആളാണ്, കഥകളും നോവലുകളും എഴുതുന്ന ആളാണ് പ്രധാനമായിട്ട്.
അതിലുപരിയായിട്ട് അദ്ദേഹം എങ്ങനെയാണൊരു ഫിലോസഫറായിട്ട് ഈ പ്രസംഗത്തിൽ കാണപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും 3 പോയിന്റുകളാണുള്ളത്. ഒന്ന്, ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ഡെൽസ് ഇൻ ടു ദ നേച്ചർ ഓഫ് ദി ആർട്ടിസ്റ്റ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റിൻ്റെ റോളും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എക്സ്പ്ലോർസ് എക്സിസ്റ്റൻഷ്യൽ തീംസ് ഓഫ് മീനിങ് ആൻഡ് ദ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ മനുഷ്യരുടെ അനുഭവങ്ങളുടെ അർത്ഥങ്ങളെ കുറിച്ചിട്ട്, അതായത് ദുരിതങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ്സ് ഡിസ്കസസ് ദ റൈറ്റേഴ്സ് ഡ്യൂട്ടി ടു ട്രൂത്ത് ആൻഡ് ലിബർട്ടി. അദ്ദേഹം സത്യത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അഡ്വക്കേറ്റ്സ് ഫോർ റെസിസ്റ്റിംഗ് ഒപ്രഷൻ ആൻഡ് കണക്റ്റിംഗ് വിത്ത് ഹ്യൂമാനിറ്റി. അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകളുടെ കൂടെ നിൽക്കാതെ മനുഷ്യരുടെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. സോഷ്യൽ ക്രിട്ടിക്ക്, പിന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ക്രിട്ടിസൈസസ് സൊസൈറ്റൽ ഇഷ്യൂസ് ആൻഡ് അഡ്വക്കേറ്റ്സ് ഫോർ പ്രിവെൻറ്റിംഗ് സെൽഫ് ഡിസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞു ആ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളും അതുപോലെ തന്നെ ആഭ്യന്തര കലഹങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ലോകം സ്വയം നശിക്കുന്നതിൽ നിന്ന് തടയണം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. എംഫസൈസസ് ദ ഡ്യൂട്ടി ടു റിസ്റ്റോർ പീസ് ആൻഡ് ബിൽഡ് കണക്ഷൻസ് എമംഗ് നേഷൻസ്. കൂടാതെ ഈ സമാധാനത്തിന് വേണ്ടിയും രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് അദ്ദേഹം പറയുന്നത്. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് നോവൽ എഴുതുന്നത്, നോവൽ എഴുതാനുള്ള ആശയം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി, നോവൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യമൊന്നും അദ്ദേഹം ഈ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു റൈറ്ററുടെ പ്രസംഗം എന്നതിലുപരിയായിട്ട് ഒരു ഫിലോസഫറുടെ പ്രസംഗം എന്നുള്ള രീതിയിലാണ് നമുക്കിത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്